നല്ലൊരു പ്രഭാതത്തിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്നെൻ്റെ ഒരു ദിവസത്തെ കുറച്ച് സമയം. അപ്പോൾ രാവിലെ ചായയൊക്കെ ഇട്ടു, രാവിലത്തെ കാപ്പി. അപ്പോൾ ഇന്ന് കയ്യുറട്ടി. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കാം. വേറൊന്നുമില്ല, മാവും തേങ്ങയും ഉപ്പും കൂടെ ഇട്ട് കുഴച്ച് ചൂടുവെള്ളത്തിൽ കുഴച്ച് എണ്ണയിലിട്ട്, അത് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് തേച്ച് പാത്രങ്ങളൊക്കെ വരിയിട്ട് കഴുകി. പിന്നെ കോഴിക്ക് 2-3 കോഴിയുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ രാവിലത്തെ ഫുഡ് നമ്മൾ മാത്രം കഴിച്ചാൽ പോരല്ലോ, പാവങ്ങളല്ലേ. അപ്പോൾ അവരെ തുറന്ന് വിട്ട് അവർക്ക് വേണ്ടെന്നുള്ള ഫുഡൊക്കെ കൊടുത്ത് അവരെ ഒന്ന് സെറ്റാക്കി വിട്ട് കഴിഞ്ഞാൽ അവരവരെ കാര്യങ്ങൾ നോക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ലോഡ് തുണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് തുണികളെല്ലാം വാരി കൂട്ടിയിട്ടിരുന്നു. ഇടയ്ക്ക് കഴുകാനൊന്നും പാങ്ങില്ലാത്ത അവസ്ഥയാണ്. കാര്യം ഇടങ്ങളൊക്കെ കുറവായതുകൊണ്ട് കഴുകി വിരിച്ചാൽ പോലും ഉണങ്ങത്തില്ല. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ പിന്നെ മഴ ഒന്ന് തോന്നി നിന്ന സമയം വിചാരിച്ചു അതൊന്ന് കഴുകി ഇറക്കി കയറിക്കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ജോലി ഒതുങ്ങും. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു അങ്ങനെ കഴുകി. അതിൽ കുറച്ച് സ്ഥലമുണ്ട്, മുറ്റത്തൊന്നും ഇടാൻ പറ്റില്ല. കാര്യം മുറ്റത്തിട്ട് കഴിഞ്ഞാൽ മഴ ഏതാനും നിമിഷം പെയ്യും എന്ന മട്ടിലാണ് കോളും ആയിട്ടൊക്കെ കിടക്കുന്നത്. അപ്പം ഞാൻ വെച്ചു ഷെഡിനകത്ത് കുറച്ച് സ്ഥലമുള്ളൂ. അവിടെ പിന്നെ ഞാൻ കശകളൊക്കെ 2-3 നിരത്തി കെട്ടി അവിടെ അങ്ങ് തുണികളെല്ലാം വിരിച്ചിടാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ വെള്ളം തോന്നും അവിടെ അങ്ങ് കിടന്നോളും. വെയിലത്ത് ഇട്ടുണക്കാനൊന്നും പാങ്ങില്ലാത്ത അവസ്ഥയാണ്, മഴയല്ലേ. അപ്പോൾ ഷെഡിനകത്തങ്ങ് വിരിച്ച് ഇട്ട് ഉണക്കാമെന്നുള്ള ഇതിലങ്ങ് വിരിച്ചു. അത്രയും അതിനകത്ത് തന്നെ നിറച്ചങ്ങിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കഞ്ഞിക്ക് അപ്പോൾ വെള്ളം അടുപ്പിട്ടിരുന്നു. അപ്പോൾ അതിൽ ചൂടുവെള്ളം തിളച്ചപ്പോൾ ചേട്ടന് ചൂടുവെള്ളം വേണം. അപ്പോൾ അത് ഒഴിച്ച് ഫ്ലാസ്കിൽ വെച്ചതിന് ശേഷം അതിൽ തന്നെ ഞാൻ അങ്ങ് അരിയടുപ്പിടാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ അവിടെ കിടന്ന് വേകുമ്പോൾ ബാക്കിയുള്ള ജോലികളൊക്കെ നടക്കുമല്ലോ എന്ന് വിചാരിച്ച് രാവിലെ തന്നെ അരിയടുപ്പിലോട്ടിട്ടു. കുറേ കഴിഞ്ഞതിന് ശേഷം ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു എല്ലാം സെറ്റായതിന് ശേഷം വന്ന് മീനൊന്നുമില്ലായിരുന്നു. നെത്തോലി മീനാണ് കേട്ടോ അന്ന് കിട്ടിയത്. അപ്പോൾ നെത്തോലി മീൻ കിട്ടിയത് ഇന്നങ്ങ് നുള്ളി കഴുകി വൃത്തിയാക്കി കൂട്ടാൻ വയ്ക്കുന്നില്ല, തോരനാക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ മുള്ളൂരിയണം, എടുത്താലേ വീട്ടിൽ ഇഷ്ടപ്പെടും. ചേട്ടനും പിള്ളേർക്കും മുള്ളൂരി നെത്തോലി തോരൻ വയ്ക്കണമെങ്കിലേ പറ്റും, മുള്ള് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അതൊക്കെ ഇരുന്ന് നുള്ളി സെറ്റാക്കി. പിന്നെ തേങ്ങ ചുരണ്ടി മാറ്റാമെന്ന് വിചാരിച്ചു. തേങ്ങ കുറച്ച് നേരം ഇരുന്ന് തേങ്ങയൊക്കെ ചുരണ്ടി അത് സെറ്റാക്കി വെച്ചതിന് ശേഷം അടുത്ത പണിയിലോട്ട് ഇറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും നമ്മുടെ ജീവിതങ്ങളും ഒക്കെ കേട്ടോ. അപ്പോൾ അതാണ് ഞാനിന്ന് എൻ്റെ ചെറിയൊരു വിശേഷങ്ങൾ പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചാണ് വന്നത്. പിന്നെ കൂട്ടാൻ വയ്ക്കാൻ വേണ്ടി അരയ്ക്കാൻ വേണ്ടിയുള്ള എല്ലാ സെറ്റപ്പും എല്ലാം ചെയ്ത് വെച്ചു. കുറച്ച് പുളിഞ്ചിക്ക കിട്ടി, ചക്ക കിട്ടി അന്നെന്തായാലും. പിന്നെ പുളിഞ്ചിക്ക കൊണ്ടൊരു ഒഴിച്ചുകൂട്ടാൻ, അതാണ് ഇത് കേട്ടോ. അതിൽ മിക്സിയിലിട്ട് പുളിഞ്ചിക്കയും കൂടി വെച്ച് തന്നെ അതിൽ തേങ്ങയും പുളിഞ്ചിക്കയും കൂടെ അടിച്ച് അതൊന്ന് കലക്കി വെച്ചതിന് ശേഷം മീനും ചക്കയും ഒഴിച്ചുകൂട്ടാനും പിന്നെ തലേ ദിവസത്തെ മീൻ കറിയാണ് കേട്ടോ ഇത്, അതും കൂടെയൊക്കെ സെറ്റ് ചെയ്തു. കുറച്ച് ചോറുണ്ണാമെന്ന് വിചാരിച്ച് സെറ്റാക്കി. പിന്നെ ചോറ് എടുത്ത് മേശയിൽ വെച്ചു. അപ്പോൾ ഇന്നത്തേക്ക് ഇതേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.